വീണു ഞാൻ പല തവണയാ, മാറി ഞാൻ നിൻ പാത വിട്ട് പോയി, ഞാൻ നിൻ സന്നിധേ നിന്ന് മാറി, ഞാൻ നിൻ ചാരെ നിന്ന് നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല, നിൻമുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, ഓ ഹല്ലേലൂയ നന്മകളെ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ പ്രഭാതമാണിത്. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ. ആമേൻ, ജീവനോടെ ആരോഗ്യത്തോടെ ബലത്തോടെ കഴിഞ്ഞ ഒരു വർഷം ദൈവം നിങ്ങളെ സൂക്ഷിച്ചു, ഇല്ലേ? ആമേൻ, സ്തോത്രം. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ആമേൻ, ആന്ധ്രാപ്രദേശിലെ പല ഇടങ്ങളിൽ കർത്താവിനുള്ള ബന്ധത്തിലായിരുന്നു, വേലയുള്ള ബന്ധത്തിലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വലിയ പ്രയോജനമായി. ക്ഷേമത്തോടെ അവൻ മടങ്ങി വരാൻ കർത്താവ് അവസരം നൽകി. അതിനുശേഷം വന്നതിന് ശേഷം പല തിരക്കുകളുടെ നടുവിലായിരുന്നു. കോഴിക്കോടും ഒന്ന് പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ആമേൻ, ഈ ന്യൂ ഇയറിൻ്റെ ഈ ദിവസം ഞാൻ വീട്ടിലുണ്ട്. ആമേൻ, വൈകിട്ട് ഞങ്ങളുടെ ചർച്ചിലെ സർവീസിന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിന്നെ എന്തെല്ലാം പള്ളു കേട്ടല്ലേ ഈ ഒരു വർഷം. ഒരുപാട് പേര് നിങ്ങളെ കളിയാക്കുകയും സ്തോത്രം, ഒരുപാട് പേര് നിങ്ങളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാരമില്ല, അതെല്ലാം നമുക്ക് മറക്കാം. മറക്കാം. അതെല്ലാം ഓർത്തിരുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. എല്ലാം മറക്കാം, എല്ലാം ക്ഷമിക്കാം. കഴിഞ്ഞ ഒരു വർഷം ദൈവം നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്തല്ലേ, അത്ഭുതകരമായി ദൈവം നടത്തി. എണ്ണി എണ്ണി പറയാനാണ് ഒരുപാടുണ്ട്. ആമേൻ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്ര മിഷൻ ട്രിപ്പ്, എത്ര കൺവെൻഷനുകൾ, എത്ര പരസ്യയോഗങ്ങൾ, എത്ര മുറ്റത്ത് കൺവെൻഷനുകൾ, ആമേൻ ആമേൻ, എത്ര ശുശ്രൂഷകൾ, ഞാൻ എണ്ണിയില്ല. സ്വത്രം. അതുപോലെ തിരക്കോട് തിരക്കായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരുപാട് പേര് ചെറിയ രീതിയിൽ അല്ലെങ്കിലും വലിയ രീതിയിലൊക്കെ എൻ്റെ പുറകിൽ നിന്ന് എന്നെ സഹായിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ബിഗ് സല്യൂട്ട് കേട്ടോ. ആമേൻ. ദാനിയേൽ ഉപദേശി അതുകൊണ്ട് 2024 ഇനിയിപ്പോൾ 2024 തുടങ്ങുക. അപ്പോൾ ഒരുപാട് പേരോട് ക്ഷമിച്ചെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. 2024 ഒരുപാട് പേരോട് നിങ്ങൾ ആമേൻ കൂട്ടുകൂടി എന്ന് ഉറപ്പ് വരുത്തണം. 2024 സ്തോത്രം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും നിങ്ങളെ കരുതുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളെ വിളിച്ച് ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. സ്തോത്രം. അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നരകത്തിലെടുത്തൊന്നുമില്ല കേട്ടോ. ഒരു ഹാപ്പി ന്യൂ ഇയർ, ഒരു സന്തോഷമല്ലേ. നിങ്ങൾക്കൊരു പുതിയ സന്തോഷത്തിൻ്റെ ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതേ ഉള്ളൂ. അതിനകത്ത് വേറൊന്നുമില്ല.
സ്തോത്രം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്തോത്രം ഉത്സാഹിപ്പിക്കുന്ന ഒരു വർഷമാക്കി നമുക്കിത് മാറ്റണം. ഈ 2024 ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊന്നിതാണ്. കർത്താവിൻ്റെ വേലയിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ദൈവവേലയിൽ പ്രവർത്തിക്കുന്നവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, അവരെ ഉത്സാഹിപ്പിക്കുക, അവരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബാക്ക് സപ്പോർട്ടുകൾ അവർക്ക് കൊടുക്കുക. പിന്നെ അവരെ ഏറ്റവും മാന്യരെന്ന് കാണുക. അവരുടെ പൊക്കമോ വണ്ണമോ അവരുടെ ക്വാളിഫിക്കേഷനോ നോക്കാതെ കർത്താവിൻ്റെ കൺമണി എന്ന് വിചാരിച്ച്, കർത്താവിൻ്റെ ഒരു നല്ല വേലക്കാരൻ എന്ന് വിചാരിച്ച്, കർത്താവിൻ്റെ ഒരു ഫോളോവർ, ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ എന്ന് കണ്ട് അവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അവരെ കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഈ 2024 പ്ലാൻ. സ്തോത്രം. കർത്താവ് എനിക്കൊരു ടാർഗറ്റ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ടാർഗറ്റ് എന്ന് ഞാൻ പറയുന്നത് കർത്താവിൻ്റെ മഹനീയമായ ശുശ്രൂഷയാണ് കേട്ടോ. അപ്പം അതിലോട്ടാണ് എൻ്റെ ഫോക്കസ്. വേറെ ഒരു കാര്യത്തിലും തലയിടാനോ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനോ എനിക്കൊട്ട് നേരമില്ല. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ മാത്രം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനാണ് എൻ്റെ പദ്ധതി, എൻ്റെ പ്ലാൻ. സ്തോത്രം. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാം, 1-ാം അധ്യായം 1-ാം വാക്യം. അത് തന്നെ ആകട്ടെ അടുത്ത വർഷം നിങ്ങളുടെ ആത്മീക ശുശ്രൂഷകളിൽ, ആത്മീക ഓട്ടത്തിൽ നിങ്ങൾക്ക് പ്രചോദനമായി തീരുന്നത് എന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. കണ്ടോ, ഉണ്ടായിരുന്ന പഴയ സംഭവം പറയുകയാണേ. നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുന്നല്ലോ, നീലഗിരി ജില്ലയിൽ ദാനിയേൽ എന്ന് പറഞ്ഞൊരു ഉപദേശി ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണ്ടേ, നോക്കിയേ. അവൻ നിഷ്കളങ്കനും. കേട്ടോ, 24-ാമത്തെ വർഷം മുതൽ 2024-ാമത്തെ വർഷത്തിൽ നമ്മളെക്കുറിച്ച് ആളുകൾ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി വായിച്ച് കേൾപ്പിക്കുന്നത്. നോക്കൂ. അവൻ നിഷ്കളങ്കനും, എന്നിട്ടോ നേരുള്ളവനും, 3 ദൈവഭക്തനും, 4 ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. സ്തോത്രം. ആമേൻ. ഇതാണ് ഈ ന്യൂ ഇയറിന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഈ 2023 അവസാന ദിവസത്തെ എൻ്റെ സന്ദേശം. സ്തോത്രം കേട്ടോ. 4 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം. ചാക്കോ ചേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരുവല്ലായി താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം. അദ്ദേഹം നിഷ്കളങ്കനും, പിന്നെ നേരുള്ളവനും, ദൈവഭക്തനും. 4-ാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കേട്ടോ. ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയണം. സ്വാതന്ത്ര്യം ചില കഷ്ടപ്പാടാണ്. നിങ്ങൾ ഇച്ചിരി ടൈറ്റിൽ പിടിച്ചാൽ നമുക്ക് ഈ 2024 അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു സാക്ഷ്യം. നമ്മളെക്കുറിച്ച് ആൾക്കാർ പറയും നിഷ്കളങ്കനായ മനുഷ്യനാട്ടോ, ഒരു കളങ്കമില്ല കേട്ടോ. നിങ്ങളെ ആരെങ്കിലും വളർന്നു പോകുമോ, ആർക്കെങ്കിലും ഒരു വളർച്ച ഉണ്ടാവുകയോ ചെയ്യുന്നതിലൊക്കെ ഒരു പ്രയാസമില്ലാത്തൊരു മനുഷ്യനാണ്. ഓയ്യോ, അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയോ, സന്തോഷമാണ് കേട്ടോ, എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കത്വം കേട്ടോ. അതാണ് നിഷ്കളങ്കത്വം. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കത്വം. കളങ്കമില്ല കേട്ടോ. കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ, കുഞ്ഞ് പീക്കിരി പിള്ളേരെ കണ്ടിട്ടില്ലേ, ഒരു കളങ്കവും ഇല്ല അല്ലേ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മുടെ ലൈഫിലുണ്ടാകും. 2-ാമത്തെ കാര്യം നേരുള്ളവൻ. പറയുന്ന കാര്യം സത്യമായിരിക്കണം. എന്ത് കാര്യം പറഞ്ഞാലും സത്യം മാത്രം. ഞാൻ സ്തോത്രം ഒരുപാട് പേരെ കഴിഞ്ഞൊരു വർഷം 2023 കണ്ടു. പകുതി എണ്ണത്തിന് സത്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ പോയെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലല്ലോ. നമ്മൾ പറയാതെ ഇങ്ങോട്ട് പറയുന്നത് കള്ളവാ. അപ്പം സത്യം വേണം. ഇപ്പോൾ ഒരാൾ പറയാ, പാസ്റ്റർ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം,
എന്ന് പറയുമ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമായിരിക്കും അവൻ പറയുന്നത് കേട്ടോ. അത് നമുക്ക് അങ്ങോട്ട് വേറൊരാളോട് പറയുന്നതും സത്യമാണ്. ഒട്ടും എക്സ്ട്രാ ഫിറ്റിങ്സ് ഇല്ലാതെ അത് തന്നെ പറയാൻ ശ്രമിക്കണം. സ്തോത്രം. അതിനുവേണ്ടി സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത അല്ലേ, ഭയങ്കര കേട്ടോ. സ്തോത്രം. അപ്പം നേരുള്ളവനാണ് നേരുള്ളവൻ, നേരുണ്ടാകണം. സ്തോത്രം. ആമേൻ. നേരുണ്ടാകണം, നേരില്ലാത്തവനാകരുത്. സ്തോത്രം. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവഭക്തനാണ്. ദൈവഭക്തൻ. ആ ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്ക് കൈ കിട്ടുമ്പോഴുള്ള ഭക്തി അല്ല കേട്ടോ. സ്റ്റേജിൽ 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭക്തിയല്ല. ഭക്തിയല്ല. ഈ ഭക്തിയെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങളോട് 1-2 കാര്യം പറയാം. നിങ്ങൾ ഈ മറ്റുള്ള മതക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ആ ഹൈവേ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, അവരുടെ ആ ദൈവത്തോടുള്ള ഭക്തിയിലുള്ള അവരുടെ ആ പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു ഭക്തിയല്ലേ ഭക്തി! ദൈവ ഭയത്തോടു കൂടിയ ബഹുമാനത്തെയാണ് ഭക്തി എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. ഭയത്തോടു കൂടിയുള്ള ബഹുമാനത്തെ, അതിനെയാണ് ഭക്തി എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പം ഭക്തി ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം. ഒരു ഭക്തനായിട്ട് മാറണം. ഞാനൊരു ഭക്തനാണ്. സ്തോത്രം. ആരെയാണോ എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്നത് അതാണ് ഭക്തിയുടെ ഒരു ശരിയായ പ്രദർശനം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ചർച്ചിലോട്ട് വരിക, ആരാധനയ്ക്ക് വരിക. ഞാൻ ഈ പലയിടത്ത് യാത്ര ചെയ്യുന്നതല്ലേ, ഈ സംസ്ഥാനം വിട്ട് പുറത്ത് പോയപ്പോഴൊക്കെ ചില സഭകളിലൊക്കെ ചെല്ലുമ്പം അവിടുത്തെ ആളുകൾ പുൾപിറ്റിലേക്ക് നടന്നു വന്നിട്ട് തിരിഞ്ഞു പോകാറില്ല. അവരങ്ങനെ തന്നെ പുറകോട്ട് റിവേഴ്സ് അടിച്ചു പോവുക. ഞാനാ പറഞ്ഞ പാസ്വേഡ് ചോദിച്ചു, ഇതന്നെ ഇവരിങ്ങനെ പോകുന്നത്. അത് ഭക്തി മൂത്തിട്ടാന്ന് പറഞ്ഞു. ഭക്തി കൂടി തിരിഞ്ഞു നടക്കാൻ പോലും ഭയപ്പെടുന്ന ആളുകൾ. അതിന് കുഴപ്പമൊന്നുമില്ല, തിരിഞ്ഞു പോക്കോ. പക്ഷെ ഭക്തിയുടെ ആ ഒരു അതിപ്രസരം അവരെ കയറി പിടിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭക്തിയാണെന്നറിയോ? ദൈവദാസന്മാരെ കാണുമ്പോൾ ഒരു ഭയത്തോടു കൂടിയ ബഹുമാനം, ഭക്തി, ദൈവഭക്തി, ഭയം അവിടെ കാണുന്നുണ്ട്. ദൈവഭയം എല്ലായിടത്തും കാണണം. അതാണ് ദൈവഭയത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവഭക്തനായിരുന്നു. അതും കഴിഞ്ഞിട്ട് 4-ാമത്തെ കാര്യമാണ് ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദോഷം വിട്ടകലുന്നവൻ എന്ന് പറഞ്ഞാൽ, ദോഷം വിട്ടകലണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങൾ പറ. ദോഷം വിട്ടകലണേ, അത് ദോഷമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. ഞാൻ ആ പറയുന്നത് ദോഷമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. ഞാൻ ആ ചെയ്യാൻ പോകുന്ന കാര്യം ദോഷമാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അയ്യോ അതെനിക്ക് പറ്റിയേല, ആ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അതെന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല, അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് അകത്ത് നാം എടുക്കുന്ന തീരുമാനത്തെ ബേസ് ചെയ്താണ് ദോഷത്തോട് ഒട്ടി നിൽക്കണോ ദോഷത്തെ വിട്ടകലണോ എന്ന് തീരുമാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ പറപ്പേ 2023 തീരാൻ പോവാ. ഇന്ന് തീരുക. നാളെ 24 ഒരു പുതിയ വർഷമാണ്. ഒരു പുതിയ വർഷം. ലോകത്തിലുള്ള ഒരു സംവിധാനത്തിനും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആകെ മാറ്റം സംഭവിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും കലണ്ടർ മാറ്റുന്നു എന്നല്ലാതെ മറ്റൊരു സംവിധാനം മാറുന്നില്ല കേട്ടോ. കലണ്ടർ മാറ്റുന്നു, വീട്ടിൽ നിന്ന് കലണ്ടർ മാറ്റുന്നു. അല്ലാതെ ഞങ്ങളുടെ ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ടാങ്ക്, പഞ്ചായത്തിൻ്റെ വാട്ടർ ടാങ്ക് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. 2024 ആകുമ്പം വാട്ടർ ടാങ്ക് ചക്ക കായ്ക്കുന്ന പ്ലാവാകുന്നൊന്നും അല്ല ഞാനീ പറഞ്ഞു വരുന്നത് കേട്ടോ. മാറ്റങ്ങൾ വരേണ്ടത് നമുക്കൊരു സമൂലമായ മാറ്റം. ഇന്ന് വരെ നിങ്ങൾ നേരില്ലാത്തവനായിരുന്നെങ്കിൽ നാളെ മുതൽ നിങ്ങൾ അതിൻ്റെ വാക്താവായിട്ട് മാറണം. ഇങ്ങനെയൊക്കെ ജീവിച്ച ഇയ്യോബ്, ആമേൻ, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരിശോധനകൾ വന്നു. അതുകൊണ്ട് 2024 പരിശോധനകളുടെ വർഷമാണ്. 2024 ആമേൻ സ്തോത്രം, മാരകമായ ആമേൻ ദുഃഖത്തിൻ്റെ നടുക്കത്തിൻ്റെ ആമേൻ വാർത്തകൾ വരുന്ന വർഷമാണ് 2024. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആമേൻ, ജനത്തെ ഒരുക്കുക. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി, ദാനിയേലെ അപ്പോസ്തല പ്രവൃത്തി നീ ഫോളോ ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി, പരിശുദ്ധാത്മാവിന് കൂടുതൽ സമയം കൊടുക്കണം.
സ്തോത്രം. പരിശുദ്ധാത്മാവിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ കേട്ടോ. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. പരിശുദ്ധാത്മാവിന് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കണം. പരിശുദ്ധാത്മാവിന്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവത്തിലേക്ക് എല്ലാവരും അന്യഭാഷ പറഞ്ഞ സഭകൾ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ആ ഇടയ്ക്കൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ സമയം കിട്ടും വായിച്ചാൽ മതി. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ശുശ്രൂഷിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ നടക്കണം. ഇന്ന് രാവിലെ ആമേൻ സ്തോത്രം, നേരുള്ളവനായി, ആമേൻ സ്തോത്രം, ദൈവഭക്തനായി, ദോഷം വിട്ടകലുന്നവനായി ഒക്കെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിഷ്കളങ്കനാകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ 2024 കാഹളം ധ്വനിക്കുകയാണെങ്കിൽ, ആമേൻ, 2025 ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. 2024 ഒരു കാര്യം പറയാം. 2024 ഒരുക്ക മീറ്റിങ്ങുകൾ തയ്യാറാക്കണം. ഒരുക്ക മീറ്റിങ്ങുകൾ കേട്ടോ. കൺവെൻഷൻ, ക്രൂസേഡ്, എന്താ പറയുക, അങ്ങനെയുള്ള പേരൊക്കെ മാറ്റിയിട്ട് ഒരുക്ക ദിവസങ്ങൾ എന്ന് പറഞ്ഞ് മീറ്റിംഗ് നടത്തിക്കൂ. ആമേൻ. എന്താ ഈ ഒരുക്കത്തിനകത്ത് വരേണ്ടതെന്നറിയോ? ആ മീറ്റിങ്ങിന് വരുന്നവരോടൊക്കെ ചോദിക്കണം, യേശു ക്രിസ്തുവിന് മടങ്ങി വരവിന് തയ്യാറാണോ, റെഡിയാണോ? ഒരുക്ക യോഗങ്ങൾ, ഒരുക്ക മീറ്റിങ്ങുകൾ. അതിന് ഒരു ഗ്രീക്ക് വേർഡോ ഹീബ്രു വേർഡോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. സ്തോത്രം. ഒരുക്ക യോഗങ്ങൾ നടക്കട്ടെ, ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കട്ടെ. സുവിശേഷം മഹായോഗം എന്നുള്ള പരിപാടികളൊക്കെ ഇനി കുറച്ച് കാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചിട്ട് ഒരുക്ക യോഗങ്ങൾ. സുവിശേഷം യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ആരിലുണ്ടോ? ആരുമില്ല. ഇനി നമുക്ക് ഒരുങ്ങാനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് ഒരുക്ക യോഗങ്ങൾ നടക്കട്ടെ. സ്തോത്രം. യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ഒരു മുക്കും മൂലയിൽ എല്ലായിടത്തും എത്തി. ഇനി ജനത്തെ ഒരുക്കാനാണ് നമുക്ക് സമയം. ഒരുക്കം നടക്കട്ടെ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ കണ്ണു വച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ, ഈ വർഷത്തിൻ്റെ അവസാന രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. അടുത്തൊരു വർഷം 2024 കർത്താവ് ഞങ്ങൾക്ക് തരുന്നെങ്കിൽ, കർത്താവെ, ഓരോ മീറ്റിങ്ങുകളിലും ജനങ്ങൾ ഒരുക്കപ്പെടുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, ഒരുക്ക യോഗങ്ങൾ നടക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആണ്ടുതോറും നടത്തി വരുന്നതല്ല, ജനത്തെ ഒരുക്കിയെടുക്കാൻ. ആമേൻ. കർത്താവെ, അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് ശക്തമായി പ്രവഹിക്കുന്ന ആത്മപ്രവാഹ നദിയിലേക്ക് ജനത്തെ ഇറക്കട്ടെ. കർത്താവ് ഇറക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കാം. ഈ രാവിലെ സമയം ഞാൻ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ, അവർക്ക് വിടുതൽ നൽകണമേ. അടുത്തൊരു പുതിയ വർഷം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരേ, അടുത്ത വർഷം ആമേൻ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇന്നല്ലേ. ഇന്ന് വൈകിട്ട് എല്ലാവരും ഭയങ്കര തീരുമാനമൊക്കെ എടുക്കും. കഴിഞ്ഞ വർഷം ഇത് തന്നെ എടുത്തേ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വലിയ തീരുമാനമൊക്കെ പറയുമ്പോഴത്തേക്ക് ദൈവം ദൂതന്മാരോട് പറയുന്നതേ, മേരിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്, എന്തോ പറയുന്നുണ്ട്. അപ്പം ദൂതന്മാർ തന്നെ പറയും മിക്കവാറും. അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കേട്ടതാണെന്ന് പറയും. പിടികിട്ടിയോ? അതുകൊണ്ട് ഈ വർഷം അവൻ പുതിയതൊന്നും പറയണ്ട. ഞാൻ ഈ പറഞ്ഞ 4 കാര്യമെങ്കിലും നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം കർത്താവ് മടങ്ങി വന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളും പോകും, ഇവിടെ ഇരിക്കുന്ന ഞാനും പോകും. അവൻ നമുക്ക് വലിയ ദൗത്യം ദൈവം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കർത്താവിൻ്റെ വരവോളം തേക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.